ചങ്ങായിമാരെ സ്വന്തം ഉറ്റ സുഹൃത്തിന്റെ ഭാര്യ ഒളിച്ചോടിയിട്ട് ആ ഒളിച്ചോടിയത് കണ്ടന്റ് ആക്കിയപ്പോണ്ടല്ല നാട്ടുകാർ മൊത്തം എതിരായപ്പം നമ്മുടെ സീക്രട്ട് ഏജന്റ് ഉണ്ടല്ല അരിയണ്ണൻ ആ ചങ്ങായിക്ക് വല്ലാതങ്ങ് കുരുപൊട്ടി. അതിൽ മൂപ്പർക്ക് വല്ലാതെ കുരുവട്ട മെയിൻ കാരണം എന്നറിയാം നമ്മൾ അക്ഷർ ടേക്കും പിന്നെ നമ്മളെ സുനിതാ ദേവദാസ് ഉണ്ടല്ല അവർ രണ്ടാളും കൂടിയിട്ടില്ല ഇവനെ നല്ലോണം വിമർശിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അവരുടെ രണ്ടാളുടെ വീഡിയോ ഉണ്ടല്ലോ നല്ലോണം വൈറലായതോടുകൂടി നാട്ടുകാരുണ്ടല്ല ഈ അരിയണന നല്ലോണം ഊക്കാൻ തുടങ്ങി. അതോടുകൂടി നല്ലോണം കുരുപൊട്ടിയ നമ്മളെ സീക്രട്ട് ഏജന്റ് ഉണ്ടല്ല മാന്യമായ രീതിയിൽ വിമർശിച്ച നമ്മൾ സുനിതാ ദേവദാസ് ഉണ്ടല്ല സുനിതാ ദേവദാസിനെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. അതും എജ്ജാതി വൃത്തികേടാണ് ഈ പരനാറി ഉപയോഗിച്ചെന്നറിയോ. തനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കെതിരെ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ വരെ ഇത്രയും വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന ഈ പരനാറിയാണ് പല വീഡിയോയിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചിട്ടും പിന്നീണ്ടല്ല നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ഭാഷയുണ്ടല്ല ആ ഭാഷ എത്രമാത്രം മാന്യമായിരിക്കണം. പിന്നെ ആൾക്കാർ കമന്റ് ചെയ്യുന്നില്ലേ ആ കമന്റ് ചെയ്യുന്നവർ പാലിക്കേണ്ട മര്യാദ ഉണ്ടല്ല ആ മര്യാദയെ കുറിച്ചൊക്കെ ഉണ്ടല്ല ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അതുമാത്രമല്ല ഇവനെതിരെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ല ആ ആൾക്കാർക്കൊക്കെ ഉണ്ടല്ല പ്രത്യേക അജണ്ട ഉണ്ട് പോലും. പക്ഷെ ഇവൻ ചെയ്യുമ്പോഴല്ല ഇവൻ ആർക്കെതിരെ വീഡിയോ ചെയ്യുമ്പോൾ അതുണ്ടല്ല അത് കണ്ടന്റ് മാത്രം. ഇവനെതിരെ ആരെങ്കിലും വീഡിയോ എതിരെ അതുണ്ടല്ല അജണ്ട പ്രത്യേക അജണ്ട. എന്തായാലും നമുക്ക് ഈ പരനാറി സീക്രട്ട് ഏജന്റ് സുനിതാ ദേവദാസിനെ വൃത്തികെട്ട രീതിയിൽ അധിക്ഷേപിക്കുന്ന ആ വീഡിയോ ആദ്യം കണ്ടിട്ട് വരാം. അതിനുശേഷം ഉണ്ടല്ല ഈ പരനാറിക്ക് ബാക്കി കൊടുക്കാം. സീക്രട്ട് ഏജന്റ് എയറിലാണോ? അത് ഞാൻ എയറിലാണ്, ഞാൻ എന്നും എയറിലാണ്. ഞാൻ ഇപ്പോൾ താഴെ ഇറങ്ങല് അതോട് എനിക്ക് ഒരു പുത്തരിയല്ല. ഓക്കെ, പിന്നെ എന്നെ ഡിറ്റർജന്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചില മഹാന്മാരും മഹതികളൊക്കെ ഇപ്പോൾ ഇവിടെ വെളുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ കുറെ കണ്ടത്, ഇതിനു മുമ്പ് ഞാൻ കുറെ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ചില ടീമുണ്ട് അവർക്ക് ഭയങ്കരമായ വിഷയമാണ് എന്നോട്. ഒന്ന്, ഞാൻ പേഴ്സണലി എന്തെങ്കിലും ഒരു കണ്ടന്റ് അവരുടെ അടുത്ത് ചെയ്യുമ്പോൾ അവർ റിവെഞ്ച് മോഡ് ഓണാക്കി വെക്കും. ഞാൻ ചെയ്ത വീഡിയോക്ക് റിപ്ലൈ വരില്ല. എന്നിട്ട് എവിടെയെങ്കിലും ഒരു വഴിക്ക് എനിക്കിട്ട് പണിയാൻ പറ്റുമോ നോക്കി നടന്നിട്ട് ഞാൻ എയർ പോകുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങി ചാടിത്തുള്ളി വരും ചില ദേവദാസിമാരും ചില പ്ലക്കികളും. അപ്പോൾ അവർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കണ്ടേ? നമുക്കല്ല, എനിക്കൊരു റിപ്ലൈ കൊടുക്കണ്ടേ? കൊടുക്കാം, ഞാൻ ഒറ്റയ്ക്ക് മതി. അപ്പോൾ അഖിൽ എന്നാർഡി വിഷയം, ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ പെർസ്പെക്റ്റീവ് വളരെ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. പിന്നെ കാണുന്ന വ്യൂവർക്ക് ഏത് രീതിയിൽ എടുത്ത് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. കാരണം ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റാത്തൊരു മുതലൊന്നുമല്ലല്ലോ. എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, എന്നെ ചീത്ത പറയാം, എന്തും ആവാം. പക്ഷേ ടാർഗറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഐറ്റങ്ങളുണ്ട്. ദേവദാസിമാരും പ്ലക്കികളും ഒക്കെ വന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഒരു ടാർഗറ്റിംഗ് എന്താണെന്നുള്ളത് എന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഞാനൊന്ന് പറഞ്ഞു തരണേ. ഓക്കെ, അതിനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ സുനിതാ ദേവദാസിയുടെ വീഡിയോ പിന്നെ അഷ്കർ പ്ലക്കിയുടെ വീഡിയോ, ഈ രണ്ട് വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് കൂട്ടം കൂടി അടിക്കാനും നമ്മൾ എയർ പോകുമ്പോൾ അല്ലെങ്കിൽ എയറിൽ ഒന്ന് കൂടുതലായി കയറുമ്പോൾ ഇറങ്ങാറില്ല കൂടുതലായി പോകുമ്പോൾ റിവെഞ്ച് മോഡ് ഓണാക്കി വരുന്ന രാക്ഷസികളും ഒക്കെ കുറെ ഉണ്ട് ചുറ്റും. എന്റെ സീക്രട്ട് ഏജന്റ് റിവെഞ്ച് മൂഡ് ഓണാക്കി വെച്ചിട്ട് അതായത് പക വെച്ചിട്ട് വീഡിയോ ചെയ്തത് ഇപ്പോഴല്ല നീയാണ്. അതുകൊണ്ടാണ് നിന്നെ മാന്യമായി വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്ത സുനിതാ ദേവദാസിന നിന്റെ ഈ വീടിന്റെ പല ഭാഗത്തായിട്ടുണ്ടല്ല നീ ദേവദാസി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവദാസി എന്ന വാക്കിന്റെ അർത്ഥമുണ്ടല്ല വേശ്യ എന്നാണെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു സ്ത്രീയെ കുറിച്ച് ഇത്രയും അധപ്പതിച്ച ഇത്രയും വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്നത് നിനക്കിട്ടില്ല. മറ്റുള്ളവരാ എങ്ങനെയാണ് വിമർശിക്കാനുള്ള അധികാരമുള്ളത്? നീ ഇടക്കാലത്തുണ്ടല്ലോ നിന്റെ ഭാര്യയുടെ വീടിന്റെ അടിയിൽ വന്നിട്ട് മോശമായ കമന്റ് ഇടുന്ന ആൾക്കാർക്കുണ്ടല്ല ഭയങ്കരമായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. നീ ആ വൃത്തികെട്ട കമന്റ് ഇടുന്ന ആൾക്കാരുടെ എന്താ പറഞ്ഞെന്നറിയാം? തറവാട്ട് പറഞ്ഞവര് തന്തക്ക് പറഞ്ഞവര് അത്തരം കാര്യങ്ങൾ ചെയ്യില്ലെന്നാണ് നീ അന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടപ്പോഴുണ്ടല്ല തറവാട്ട് പുറക്കാത്തവൻ ആരാണെന്നും തന്തക്ക് പുറക്കാത്തവൻ ആരാണെന്നും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായി കേട്ടാ. നല്ല തന്തക്ക് പറഞ്ഞിരുന്നെങ്കിൽ നീ ഉണ്ടല്ലോ ഒരു സ്ത്രീയെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട ആ വാക്ക് ഉപയോഗിക്കില്ലായിരുന്നു. പിന്നെ നീ തന്നെ പറയുന്നുണ്ട് നിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ലാന്ന്. പിന്നെന്താണ് നിന്നെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നിനക്കല്ല ഇജ്ജാതി കുരുപൊട്ടുന്നത്? നിനക്ക് ഇന്നലെ ആ വീഡിയോ ചെയ്തപ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലായി നിന്റെ വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ടെങ്കിലും ആ വീഡിയോ കണ്ടവരില് 90% ആൾക്കാരുണ്ടല്ല നിനക്കെതിരെ തന്നെയാണ് അവരൊക്കെ തെറി വിളിക്കുന്നതെന്ന്. അപ്പൊ ആ തെറിവിളിയിൽ നിന്ന് നൈസായിട്ട് ഊരിപ്പോകാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പോഴുണ്ടല്ല ഇതുപോലത്തെ ഒരു വൃത്തികെട്ട വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതായത് അതിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടിയിട്ടാണ് നീ ഉണ്ടല്ല സുനിതാ ദേവദാസിനെയും അഷ്കർ ടെക്കിയൊക്കെ ഉണ്ടല്ല ഇജ്ജാതി തെറി വിളിച്ചോണ്ട് ഇപ്പൊ വന്നിട്ടുള്ളത്. പക്ഷെ സീക്രട്ട് ഏജന്റ് നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. നീ ഈ ചെയ്ത വീഡിയോ ഉണ്ടല്ല ഈ ചെയ്ത വീഡിയോന്റെ അടിയിലും 99% ആൾക്കാരുണ്ടല്ല നിനക്കെതിരെ തന്നെയാണ്. ഈ വീഡിയോക്ക് അടിയിൽ വന്ന 90% കമന്റുകളിലും എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാം? സുനിതാ ദേവദാസ് കൊടുത്തത് ഈ ചങ്ങായിക്ക് ഈ ഹരിയാണന് നല്ലോണം കൊണ്ടുവന്ന്. അതായത് സുനിതാ ദേവദാസിന്റെ വീഡിയോ ഉണ്ടല്ല നിനക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ടെന്ന് നമുക്കിട്ടില്ല നിന്റെ റിപ്ലൈ കണ്ടപ്പോഴില്ല കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എല്ലാവരും വേറൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. സുനിതാ ദേവദാസിന്റെ വീഡിയോ ഉണ്ടല്ല സുനിതാ ദേവദാസ് ഇവനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഈ സീക്രട്ട് ഏജന്റ് ഉണ്ടല്ലോ ആരുമായിട്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ അവരുമായിട്ട് സംസാരിക്കുന്ന പേഴ്സണൽ രഹസ്യമായ കാര്യങ്ങളുണ്ടല്ലോ ആ കാര്യങ്ങൾ ഇവ സംസാരിച്ച വ്യക്തിയുണ്ടല്ല എപ്പോഴെങ്കിലും ഒരു പ്രശ്നത്തിലാകുമ്പോൾ ആ കാര്യങ്ങൾ എടുത്തുകൊണ്ടിട്ട് കണ്ടന്റ് ആക്കിയിട്ടുള്ള ഈ പരനാറി വീഡിയോ ചെയ്യും. അതായത് ഒരാൾ ഇവനെ വിശ്വസിച്ച് പറയുന്ന രഹസ്യങ്ങളുണ്ടല്ല ആ രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ല ഇവനെ ഒരിക്കൽ കൊണ്ടുവന്നിട്ട് പരസ്യമാക്കിയിട്ട് കണ്ടന്റ് ആക്കും. ഇവനുണ്ടല്ലോ അത്രയും വൃത്തികെട്ട ഒരു പരനാറിയാണെന്ന് സുനിതാ ദേവദാസ് ആ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാനുണ്ടല്ലോ ഇവനെ പല വീഡിയോ കണ്ടപ്പോണ്ടല്ല ഇവൻ പരനാറിയല്ല ഇവനുണ്ടല്ല അക്കാര്യത്തിൽ പരമനാറിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന് മുന്നേ ഉണ്ടല്ല ഇവനുമായിട്ട് ആരെങ്കിലും പേഴ്സണലായിട്ട് സംസാരിച്ച കാര്യങ്ങളുണ്ടല്ല ആ കാര്യങ്ങൾ കണ്ടന്റ് ആക്കിയിട്ട് ഈ പരനാറിയുണ്ടല്ല ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്.
ഇവനുണ്ടല്ലോ അത്തരത്തിലൊരു പരനാരിയാണെന്ന് ഇവൻ തന്നെ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ടല്ല. ഇന്നത്തെ വീട്ടിൽ ഇവൻ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പക്ഷെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തെമ്മാടിത്തരം വിളിച്ച് പറയുന്ന ദേവദാസിയോടും പ്ലക്കിയോടും എനിക്ക് 10 പറയാനുണ്ട്. ബാക്കിയുള്ളവരൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ സുനിത ദേവദാസിനെ, ഈ കമ്മി ക്യാപ്സ്യൂളിനെ ഞാൻ ഒരു വട്ടം എക്സ്പോസ് ചെയ്ത് വിളിച്ചു വിട്ടതാ. ഇവളെ കണ്ടന്റ് മേക്കിംഗ് അല്ല, ഇവളുടെ കമ്മി ക്യാപ്സ്യൂളിനെ. ഇവൾ ഇന്നത്തെ തമ്മിൽ സീക്രട്ട് ഏജന്റ് എക്സ്പോസ്ഡ്. എടി ദേവദാസി, നീ എന്നെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ മിനിമം നീ എന്റെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട് വാ. അങ്ങനെയാണ് ഒരാളെ എക്സ്പോസ് ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ ചെയ്ത കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് ആ കണ്ടന്റിലൂടെയാണോ നീ എക്സ്പോസ് ചെയ്തു എന്ന് പറയുന്നത്? ആണോടി? നിന്റെ മാനിപ്പുലേഷനാണ് ഞാൻ എക്സ്പോസ് ചെയ്തത്. മാധവ് സുരേഷിനെ അടക്കം ഒരു സാധനം എടുത്ത് വെച്ച് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള നിന്റെ കമ്മിത്തരം. ഇവൾ ഇന്ന് വീഡിയോയിൽ പറഞ്ഞാൽ അറിയോ, ഞാൻ ആളുകളെ വിളിക്കും സംസാരിക്കും. എന്തേ സുനിതയെ ഞാനും ഈ തമ്മിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ലേ? മുതുകാട് വിഷയത്തിൽ ഞാനും ഈ സംസാരിക്കുമ്പോൾ ഇതേ കമ്മികളുടെ ആദരണീയ നേതാവായ സ്ത്രീയെക്കുറിച്ചും മകനെക്കുറിച്ചൊക്കെ ഈനോട് പറഞ്ഞിട്ടില്ലേ? എടി വേടല്ലേ, എടി മോളെ, നീ ഏത് രീതിയിലുള്ള കുത്തിത്തിരിപ്പാന്നുള്ളത് നിന്നോട് സംസാരിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാ. കാലങ്ങൾക്ക് മുന്നേ നീ നാട്ടിലുള്ളപ്പോൾ നീ ആ പണി എടുത്തിരുന്ന ടൈമിൽ, കുത്തിത്തിരിപ്പ് പണി എടുത്തിരുന്ന ടൈമിൽ. അപ്പൊ മോളെ, ആ ടൈം മുതലുള്ള നീ എന്താന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിന്നോട് ഞാനൊന്ന് സംസാരിച്ചു. ഓക്കെ, പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇനീഷ്യലി കുറച്ച് നേരത്തെ സംസാരത്തിൽ ചിലർ ട്രസ്റ്റ് ചെയ്യും. അങ്ങനെ ഇവിടെ ഒന്ന് ട്രസ്റ്റ് ചെയ്ത് പോയി. എടാ മരപ്പൊട്ട സീക്രട്ട് ഏജന്റ്, ആര് വിശ്വസിച്ചു എന്നാണ് നീ പറയുന്നത്? നീ ഇപ്പം നിന്റെ ഈ വീഡിയോയിൽ പറഞ്ഞു വന്നത് എന്താണെന്നറിയാം? നിന്നെ കുടിച്ച വെള്ളത്തിൽ ആരും വിശ്വസിക്കാൻ പാടില്ലെന്ന് നീ തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് നീയും സുനിത ദേവദാസും ഒരു കാലത്ത് ഫ്രണ്ട്സ് ആയിരുന്നപ്പം ഒരു കാലത്ത് സംസാരിച്ച കാര്യമുണ്ടല്ല, ആ കാര്യമാണ് നീ ഇപ്പോഴല്ല പബ്ലിക്കായിട്ട് വന്നിട്ട് പുറത്തു വിട്ടിട്ടുള്ളത്. അത് തന്നെയാണ് സുനിത ദേവദാസ് ആയാലും ശരി, ബാക്കിയുള്ള എല്ലാവരും ഉണ്ടല്ല, ബാക്കിയുള്ള എല്ലാവരും നിന്നെ കുറിച്ച് പറയുന്നത്. അതായത് നിന്നെ വിശ്വസിച്ച് ആരെങ്കിലും ഒരു രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രഹസ്യം ഉണ്ടല്ല ഒരു കാലത്ത് നീണ്ടല്ല കണ്ടന്റ് ആക്കിയിട്ട് വീഡിയോ ചെയ്യും. അത് തന്നെയാണ് നീണ്ടല്ല ഇപ്പൊ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യൻ പോലും നിന്നോടുണ്ടല്ല കഷ്ടകാലം വന്നാലുണ്ടല്ല നിന്നോട് ഒരു രഹസ്യം പറയാൻ പാടില്ലെന്ന് നീണ്ടല്ല തെളിയിക്കുകയാണ് എടാ മരപ്പൊട്ട സീക്രട്ട് ഏജന്റ്. പിന്നെ നീ സുനിത ദേവദാസിനെ കുറ്റം പറഞ്ഞത് സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷില്ലേ, മൂപ്പറ ട്രോൾ ചെയ്തതിനാണ് നീണ്ടല്ല സുനിത ദേവദാസിനെ കുറ്റം പറയുന്നത്. എടാ മരവാഴ സീക്രട്ട് ഏജന്റ്, മാധവ് സുരേഷിനെ ട്രോളിക്കൊണ്ട് വീഡിയോ ചെയ്യാത്തത് യൂട്യൂബിൽ ഇനി ആരും ബാക്കി ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ടല്ല മാധവ് സുരേഷിനെ ട്രോളിക്കൊണ്ട് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അത്തരം വീഡിയോ ചെയ്തപ്പം നിനക്കട്ടല്ല സുനിത ദേവദാസിനോട് മാത്രം എന്തിനാണ് ഇങ്ങനെ കുരുപൊട്ടുന്നത്? പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് സീക്രട്ട് ഏജന്റ്, നിന്നെ കുറിച്ചുണ്ടല്ല ചില ആൾക്കാരുണ്ടല്ല ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ പറയുന്ന കാര്യങ്ങളുണ്ടല്ല എനിക്ക് തോന്നുന്നു നിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് സത്യമായിരിക്കുന്നു. അതായത് ബൈ ചാൻസിൽ ചിലപ്പോ നിന്റെ ഭാര്യ എങ്ങനെ ഉണ്ടല്ല ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ ആ സംഭവം ആ കണ്ടന്റ് വെച്ചിട്ടുണ്ടല്ല നീ ഉണ്ടല്ല ഒരു 10-25 വീഡിയോ ചെയ്യുമെന്നാണ് എല്ലാവരും പറയുന്നത്. നിന്റെ ഈ സ്വഭാവം, നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം വെച്ചിട്ടുണ്ടല്ല നീ 10-25 അത് വെച്ചിട്ടുണ്ടല്ല ഒരു 100-150 വീഡിയോ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നീ പറഞ്ഞോ നിനക്കെതിരെ പേഴ്സണൽ വിരോധം വെച്ചിട്ടാണ് സുനിത ദേവദാസ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷെ സീക്രട്ട് ഏജന്റ് ഈ വീഡിയോ ചെയ്യുമ്പോഴല്ല നിന്റെ മുഖത്ത് വരുന്ന വൃത്തികെട്ട മുഖഭാവവും നീ പിന്നെ സുനിത ദേവദാസിനെ വിളിച്ച വൃത്തികെട്ട വിളിയുണ്ടല്ല ആ വിളിയേക്കുമുണ്ടല്ല പേഴ്സണൽ വൈരാഗ്യമുണ്ടല്ല പകയുണ്ടല്ല അത് നിനക്ക് തന്നെയാണ്. അങ്ങനെ വൃത്തികെട്ട പേഴ്സണൽ വൈരാഗ്യം, വൃത്തികെട്ട പകയുള്ളത് കൊണ്ടാണ് നിന്റെ ഈ വീടിന്റെ പല ഭാഗത്തായിട്ട് പല തവണയുണ്ടല്ല നീ സുനിത ദേവദാസിനെ ദേവദാസി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സ്ത്രീയെ കുറിച്ച് ഇത്രയും വൃത്തികെട്ട വാക്കുപയോഗിക്കുന്ന എനിക്ക് നിന്നോട് ഒന്നേ പറയാളൂ, നീ ഉണ്ടല്ല നിന്റെ വീട്ടിലെ സ്ത്രീകളുണ്ടല്ല ദേവദാസി എന്ന് വിളിക്കുന്ന വെച്ചിട്ട് എല്ലാവരും അങ്ങനെ വിളിക്കാൻ പാടില്ലട്ടാ. അപ്പോഴെന്തായാലും എയറിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോകുന്ന ദി റിയൽ വൺ ആൻഡ് ഓൺലി ദേവദാസിയുടെ മകനായ സീക്രട്ട് ഏജന്റിനും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.